CPM തെരഞ്ഞെടുപ്പ് വിശകലനം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ 99 സീറ്റ് ഇക്കുറി നേടാൻ സാധിക്കില്ല എന്ന ബോധ്യം CPMനുണ്ട്. മാക്സിമം 77 സീറ്റ് വരെ നേടാൻ സാധിച്ചേക്കാം. ഒരുപക്ഷെ വലിയ തോൽവി ഏറ്റുവാങ്ങാനും മാനസികമായി തയ്യാറെടുക്കണമെന്ന് CPM മണികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് CPMും LDFും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പോടെ എല്ലാം തകിടമറിഞ്ഞു. പോളിംഗ് ശതമാനം കുതിച്ചു കയറിയതോടെ CPM വലിയ തോൽവി ഭയക്കുന്നുണ്ട്. 70 സീറ്റിംഗിൽ നിന്ന് പിന്നീട് 80ഉം 70ഉം ഒക്കെയായി CPM പ്രതീക്ഷകൾ പിന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റും CPM പുറത്തുവിടുന്നുണ്ട്. ആകെ 5 മന്ത്രിമാർ തോൽക്കുമെന്നാണ് ഒടുവിൽ ലഭിച്ചിരുന്ന റിപ്പോർട്ട്. മന്ത്രിമാരായ P. രാജീവ്, MB രാജേഷ്, റോഷി അഗസ്റ്റിൻ, V. അബ്ദുറഹ്മാൻ, ശിവൻകുട്ടി എന്നിവരാണ് തോൽവിയെ ഉറ്റുനോക്കുന്നത്. രാജീവിനെ സംബന്ധിച്ച് CPMിലെ ഏറ്റവും കരുത്തനായ മന്ത്രിയായിരുന്നു. എന്നാൽ UDFന്റെ കോട്ടയായ കളമശ്ശേരിയിൽ നിന്ന് ഇക്കുറി രാജീവ് വിജയിച്ച് കേറില്ല. ലീഗിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനവും UDFന്റെ കൂട്ടായ പരിശ്രമവും രാജീവിന്റെ അടിതെറ്റിക്കുന്നുണ്ട്. തൃത്താലയിൽ നടക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ്. മന്ത്രി MB രാജേഷിനെ നേരിടുന്നത് VT ബൽറാമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ CPM നിലം തൊട്ടിട്ടില്ല. ആ വിജയം നിയമസഭയിൽ ആവർത്തിക്കപ്പെടുന്നതോടെ CPMും രാജേഷും വീഴും. ഇടുക്കിയിൽ 1/4 നൂറ്റാണ്ടായി MLA ആയിട്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പിണറായി സർക്കാരിലെ കരുത്തനായ മന്ത്രിയാണ്. മാണി ഗ്രൂപ്പിന്റെ നേതാവായ റോഷിക്ക് എതിരാളിയായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലെത്തുന്നത് റോയി കെ പൗലോസ് ആണ്. കൈപ്പത്തിക്ക് മുന്നിൽ ഇക്കുറി 2 ഇല വീഴുമെന്ന് ഉറപ്പാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് CPM സാധ്യത കൽപ്പിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായ ശിവൻകുട്ടി അവിടെ പൊരുതി വീഴുമെന്നും CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന് പാർട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. V. അബ്ദുറഹ്മാൻ തിരൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഏറെ വിവാദങ്ങളിൽപ്പെട്ട മന്ത്രിയാണ് അബ്ദുറഹ്മാൻ. CPM തന്നെ പാലം വലിക്കുന്നതോടെ അബ്ദുറഹ്മാനും ഇക്കുറി കാലിടറും എന്നത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 5 മന്ത്രിമാരുടെ തോൽവിയാണ് ഈ ഘട്ടത്തിൽ CPM ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 99 സീറ്റുകളുടെ തിളക്കം ഇക്കുറി ഉണ്ടാവില്ല എന്നും ഇടതുമുന്നണി പരമാവധി 80 സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നുമാണ് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് 75 വരെ ആകാമെന്നും പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പടലപ്പിണക്കങ്ങളും കണ്ണൂരിലെ ഭൂരിപക്ഷത്തിലെ ഇടിവുമാണ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. ആലപ്പുഴയിൽ ഇക്കുറി കാറ്റ് മാറി വീശുമെന്നാണ് പാർട്ടിയുടെ രഹസ്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴയിലെ പാർട്ടി വിട്ട് UDF സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി G. സുധാകരന്റെ സാന്നിധ്യം LDFന് ചാവേർ ആക്രമണത്തിന് തുല്യമായി മാറിയിരിക്കുകയാണ്. സുധാകരന്റെ വ്യക്തിപരമായ സ്വാധീനം വോട്ടായി മാറിയാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. ജില്ലയിലെ മറ്റ് ചില സീറ്റുകളിലും സുധാകരനിസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്ന പേടിയിലാണ് ജില്ലാ നേതൃത്വം നിൽക്കുന്നത്. 9 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുമ്പോഴും പയ്യന്നൂർ, മട്ടന്നൂർ, തലശ്ശേരി തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷം കുത്തനെ കുറയും എന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്. പഴയ കരുത്ത് ചോരുന്നത് വരും കാലങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിച്ചത് ഇടത് വിജയത്തിന്റെ തിളക്കം കുറയ്ക്കും എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയിലാണ് CPM ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. 13 സീറ്റുകളിൽ 8 കടുത്ത പോരാട്ടമാണ് നടന്നത്. കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ഘടകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 സീറ്റുകൾ വരെ ജില്ലയിൽ നഷ്ടപ്പെട്ടേക്കാം എന്ന ഭീതി നേതാക്കൾക്കുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയും തവനൂരും സുരക്ഷിതമാണെന്ന് കരുതുമ്പോഴാണ് തിരൂരിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ തോൽക്കുമെന്ന് CPM വിധി എഴുതുന്നത്.